ഓർമ്മകളിൽ ഉമ്മൻചാണ്ടി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് ഒരാണ്ട്. സംസ്ഥാനത്തുടനീളം കോൺഗ്രസ് അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. പുതുപ്പള്ളി പള്ളിയിൽ പ്രത്യേക പ്രാർത്ഥന നടന്നു. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിൽ ഉമ്മൻചാണ്ടിയുടെ പങ്ക് തമസ്കരിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞു. ഉമ്മൻചാണ്ടിക്ക് വേണ്ടിയായിരുന്നു പുതുപ്പള്ളി പള്ളിയിലെ ഇന്നത്തെ ആദ്യ കുർബാന. പിന്നാലെ ജനകീയ നേതാവ് അന്ത്യവിശ്രമം കൊള്ളുന്ന കല്ലറയിലും പുതുപ്പള്ളിയിൽ നിർമ്മിക്കുന്ന വീട്ടിലും പ്രത്യേക പ്രാർത്ഥനകൾ. അനുയായികളും രാഷ്ട്രീയ നേതാക്കളും അടക്കം സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരെല്ലാം പുതുപ്പള്ളി പള്ളിയിലേക്ക് ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കാൻ രാവിലെ തന്നെ എത്തി. അനുസ്മരണ പരിപാടി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. One of the finest public servant that Kerala has produced. Come naturally to a woman, but for a man, he needs to make special and conscious efforts. വിഴിഞ്ഞം തുറമുഖം, കൊച്ചി മെട്രോ, കണ്ണൂർ വിമാനത്താവളം തുടങ്ങിയ പദ്ധതികളിൽ ഉമ്മൻചാണ്ടിയുടെ പങ്ക് ജനങ്ങൾക്കറിയാമെന്ന KC വേണുഗോപാൽ. ഉമ്മൻചാണ്ടിയെ തമസ്കരിക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നുവെന്ന PC വിഷ്ണുനാഥ് MLA. ഉമ്മൻചാണ്ടിയെ ജീവിതകാലത്ത് മുഴുവൻ വേട്ടയാടി. അദ്ദേഹത്തിന്റെ അവസാന കാലത്തെ രോഗത്തിന്റെ അവസ്ഥയ്ക്ക് പോലും മാനസികമായ സമ്മർദ്ദങ്ങൾ കാരണമായിട്ടുണ്ട്. അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷവും അദ്ദേഹത്തെ അധിക്ഷേപിക്കാൻ നമുക്ക്. ഏറെ വേട്ടയാടപ്പെട്ട രണ്ട് കുടുംബങ്ങളാണ് ഉമ്മൻചാണ്ടിയുടേതും കോടിയേരി ബാലകൃഷ്ണന്റേതുമെന്ന ബിനീഷ് കോടിയേരി. എനിക്ക് തോന്നുന്നു വ്യക്തിപരമായി ഇത്രയും ആക്രമിക്കപ്പെട്ട രണ്ട് കുടുംബങ്ങൾ, വ്യക്തിപരമായി ആക്രമിക്കപ്പെട്ട രണ്ട് രാഷ്ട്രീയ നേതാക്കൾ കേരള ചരിത്രത്തിൽ തന്നെ വളരെ വിരളമായിരിക്കും. ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് വിവിധ കാരുണ്യ പദ്ധതികൾക്കും തുടക്കം കുറിച്ചു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ അനുസ്മരണ പരിപാടികൾ നടന്നു. 24 കോട്ടയം.